ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ ആൻഡ് ഇറ്റ്സ് മീ വാഷ രാജു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്, ഒരു അൽഫാം വീഡിയോ ആണ് കേട്ടോ. അപ്പം ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ഇത് സ്ഥിരമുള്ളൊരു പരിപാടിയാണെങ്കിലും അന്ന് മുൻപന്തിയിൽ നിന്നിരുന്നത് അഭിയേട്ടനായിരുന്നു. അപ്പോൾ ഇപ്പം ആരും നിൽക്കാനില്ലാത്തതും കൊണ്ട് ഞാനിതും ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് കാണാം എങ്ങനെയാണ് ഞാൻ അൽഫാം ഉണ്ടാക്കുന്നതെന്ന്. അപ്പം എൻ്റെ ഒരു ബ്രദർ എന്ന് പറയാം, എൻ്റെ ഒരു നെയ്ബർ കുട്ടി എപ്പോഴും പറയുമായിരുന്നു, ചേച്ചി നമുക്ക് അൽഫാം ഉണ്ടാക്കില്ലേ എന്ന്. റിസ്ക് ആയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് ഞങ്ങനെ മടിച്ച് നിന്നിട്ടുണ്ടെങ്കിലും അത് കഴിക്കാനുള്ളൊരു ഇതും കൊണ്ട് ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ അപ്പാർട്ട്മെൻറ്റിലായതും കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊരു പ്രൈവസി ആയിട്ടുള്ളൊരു സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിലായിരുന്നു. സോ ഞങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം അമ്മയാണ് ചിക്കനൊക്കെ കഴുകി തന്നത്. അമ്മ ഫസ്റ്റായിട്ടാണ് വീഡിയോയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മടി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ചിക്കൻ നന്നാക്കി തരുന്ന കൂട്ടത്തിൽ ഞാൻ അതിൻ്റെ മസാലയ്ക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അതിനു അച്ഛനവിടെ മോളെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ, കാരണം ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ടാണ്, പെട്ടെന്നെടുത്ത പ്ലാനിങ് ആണ്. അപ്പം ഹറിബറി ആയിട്ട് ഞങ്ങൾ വേഗം കാര്യങ്ങളൊക്കെ സെറ്റാക്കി. കാരണം ഇതിൻ്റെ ഒരു മുന്നത്തെ പ്രാവശ്യം ഇതേപോലെ തന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങളിവിടെ തന്നെ ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ അന്ന് ഒരുപാട് ടൈം എടുത്തു. കാരണം ഈ പറഞ്ഞ പോലെ ഞങ്ങളത് പെട്ടെന്നെടുത്ത പ്ലാനായിരുന്നു. പിന്നെ മസാലയൊക്കെ ഒന്ന് സെറ്റായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറേ ടൈം ഫ്രിഡ്ജിലൊക്കെ വെച്ച് അങ്ങനെ ചെയ്ത് ഇപ്പം കുറേ ലേറ്റായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ അങ്ങനെ ആവുമോ, കാരണം എനിക്ക് ഇപ്പോൾ കാലും കൊണ്ട് അധികം നിൽക്കാൻ പറ്റാത്തതും കൊണ്ട് എനിക്ക് ഇങ്ങനെ ഓവർ ടൈം നിന്നിട്ടൊന്നുള്ള പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പെട്ടെന്നാവുമോ, അതും കൊണ്ട് ഇങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്നും തട്ടിക്കൂട്ടി ഉണ്ടാക്കാം, കൂടുതൽ നേരമൊന്നും നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കേണ്ട. അതേപോലെ തന്നെ നമുക്ക് ഹറിബറി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് അവിടെ പറഞ്ഞതാണ്, ചിക്കൻ ഇങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഇങ്ങനെ കുറച്ച് പൊന്തി നിൽക്കുന്നതൊക്കെ അങ്ങനെ അത് സെറ്റായി മസാലയൊക്കെ അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് സുഖമായിരിക്കും എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല ഇങ്ങനെ സത്യമാണോ എന്നുള്ളത്, പക്ഷേ എനിക്കെന്തോ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാനതിലിങ്ങനെ അതിങ്ങനെ പരത്തുകയാണ്, ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഞാനിങ്ങനെ ഇടിച്ചിടിച്ച് പരത്തുകയാണ്. അത് കഴിഞ്ഞ് അതിലേക്ക് ഞങ്ങൾ മസാല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ നെയ്ബർ താത്ത വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ താത്താൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഇടിച്ചപ്പോൾ ഇങ്ങനെ ചമ്മന്തിയായി എന്നുള്ള രീതിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഞാൻ ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ആ ടൈമും കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ അപ്പോഴേക്ക് അച്ഛൻ മുകളിൽ മറ്റേ സംഭവം ചാർക്കോൾ സെറ്റാക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചാർക്കോൾ എന്ന് വെച്ചാൽ ഒരു ടൈം യൂസ് ചെയ്ത ചാർക്കോൾ ആയതും കൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് റിസ്ക് എടുത്തു. ചാർക്കോളിനെ കൊണ്ട് കുറച്ച് റിസ്ക് എടുത്തു. അപ്പം ഞങ്ങൾ അതെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുമല്ലോ, അയ്യോ കണലില്ലേ എന്ന്. അപ്പം ഞാനിങ്ങനെ നല്ല കണലൊക്കെ വീശി തീ ഇതാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സെറ്റായി കഴിഞ്ഞപ്പം എന്തായാലും അതിൽ വെച്ച് നല്ലോണം വീശി കൊടുത്തു. വീഡിയോ എടുക്കണമെന്നൊക്കെ വെച്ച് മുകളിൽ പോയതാണെങ്കിലും അവിടെ വെട്ടമില്ലാത്തതും കൊണ്ട് ഫേസൊന്നും കിട്ടിയില്ല, വെച്ചത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ടെൻഷനായി, കാരണം കണൽ സെറ്റാവില്ലേ, ഉണ്ടാവില്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു. അപ്പോൾ എന്തായാലും സംഗതി ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് അൽഫാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റും വേവും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുബൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുബൂസിൻ്റെ കൂടെ അൽഫാമും കൂട്ടി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വേൾഡ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ ടിൽ ദാറ്റ് ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു.